അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക്. ഹാപ്പി ഡേയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന മധുചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. മധുചേട്ടനെ നമ്മുടെ ഹാപ്പി ഡേയ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. ബർത്ത്ഡേ ആയിട്ട് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, എല്ലാ സഹപ്രവർത്തകരൊക്കെ വിഷ് ചെയ്യുന്നുണ്ട്. രാവിലെ തന്നെ വൈഫ് വിഷ് ചെയ്തു, പിന്നെ മോള് ഒക്കെ വിഷ് ചെയ്തു, എല്ലാവരും വിഷ് ചെയ്തു. നമ്മൾ വിഷ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചെന്ത് ചെയ്തു? തിരിച്ച് നമ്മളും അവര് ചോദിച്ചില്ലേ ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അതുണ്ട്, അത് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ചെലവ് ചെയ്യണമെന്ന് പറയുന്നവരോട് എന്താ മതിച്ചാണ്ട് പെട്ടെന്ന് പറയാൻ തോന്നേ? പെട്ടെന്ന് പറയാൻ ചെയ്യാന്നാണ് ആദ്യം പറയുന്നത്. എന്ന് ചെയ്യാറുണ്ടോ? ചെയ്യാം. പിന്നെ ഉച്ച കഴിഞ്ഞ് ഓഫീസിൽ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ വാഗ്ദാനമാണോ? അല്ല, ഞാനിപ്പോ ഒരു 3 മണി കഴിയുമ്പോഴത്തേനെ അത് താഴെ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്. അവരൊരു പ്രതീക്ഷയിൽ ഇരിക്കുന്നു. വാങ്ങിച്ചു കൊടുക്കണം. ഇപ്പൊ എത്ര വയസ്സായി പറയാവോ ഓപ്പണായിട്ട്? അതിന് 55 വയസ്സായി. 55 വയസ്സിൽ ഉള്ള നല്ല നല്ല ഒരു അനുഭവങ്ങളുണ്ടല്ലോ, ബർത്ത്ഡേ വിഷസ് ഓരോ തവണയും അറിയിക്കുന്നത്. എങ്ങനെയുണ്ട്? എങ്ങനെയൊക്കെയാണ് അവര് ഒരു വ്യത്യസ്തമായി പറയുന്നത്? ആരെങ്കിലും എന്തെങ്കിലും കോമഡി രൂപത്തിൽ എത്തിക്കാറുണ്ടോ? കോമഡി രൂപത്തിൽ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി തന്നെയാണ് വന്നേക്കുന്നത്. ഈ 55 വയസ്സായെന്ന് തോന്നുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ടോ? ഇല്ല, നമുക്ക് ഓരോ വർഷം കഴിയുമ്പോഴല്ലേ ഓരോ വയസ്സ് കൂടുന്നു. അതുകൊണ്ട് ഒറ്റയടിക്ക് പെട്ടെന്ന് കൂടുവായിരുന്നെങ്കിൽ നമുക്കത് വിഷമം തോന്നേനെ. ഓരോ വർഷം കഴിയുന്നതുകൊണ്ട് വിഷമമില്ല. പലരും ഇപ്പം മാത്രമല്ല, പ്രായം പറയാനായിട്ട് പലർക്കും മടിയാണ്. നമുക്ക് മടിയില്ല. എനിക്കൊരു മടിയില്ല. ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്, എന്റെ 55 എന്ന് പറഞ്ഞ ഇട്ടിരിക്കുന്നത്. 55 ഇട്ടിരിക്കുന്നത്? 55 തോന്നുന്നുണ്ടോ? സത്യമായിട്ടും 55 ആയെന്ന് ഉറപ്പിച്ചോ? തോന്നുന്നുണ്ട്. ആണല്ലോ, 55 ആണല്ലോ. ആണ്. എന്നാലും നമുക്ക് മുടിയൊക്കെ കറുപ്പിക്കണമെന്നൊക്കെ തോന്നിയപ്പോ മുടിയൊക്കെ അത്യാവശ്യം കറുപ്പിക്കുന്നുണ്ട്. പിന്നെ വൈഫ് പിന്നെ എന്താ വിശ്വാസം അറിയിച്ചപ്പോഴത്തേക്കിനും 55 വൈഫ് ഓർമ്മിച്ചോ? അല്ല, വൈഫിന് അറിയാം. എന്റെ ബർത്ത്ഡേ ദിവസം വൈഫിനും മക്കൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. വൈഫ് കൃത്യമായിട്ടും ബർത്ത്ഡേ എല്ലാ വർഷവും ഓർമ്മിപ്പിക്കുന്നുണ്ടോ? അതോ 2 ദിവസം മുമ്പേ നമ്മൾ ഹോളിമ്പിൽ അടിക്കുമോ? ഇല്ല, ഒന്നും ചെയ്യണ്ട. കൃത്യമായിട്ട് വൈഫിനും മക്കൾക്കും ഒക്കെ അറിയാം, കൃത്യമായിട്ട് അറിയാം. അവരുടെ ഓർക്കാറുണ്ടോ? അവിടെ അറിയാം, വൈഫിന്റെ അറിയാം, മക്കളുടെ 2 പേരെ അറിയാം. അപ്പൊ എങ്ങനെയാ അവരിങ്ങോട്ട് ഹോളിംഗ് അടിക്കുവോ, ബെല്ലടിക്കുവോ, അതോ അവര് പറയാതെ തന്നെ നമ്മൾ അങ്ങോട്ട് വിശ്വാസമൊക്കെ അറിയിക്കോ? സ്റ്റാറ്റസ് കണ്ടിട്ടാണോ? ഇല്ല, അറിയാം, നമുക്കറിയാമല്ലോ. അറിയാം. പിന്നെ ഈ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴത്തേക്കിനും ഇന്ന് നല്ലൊരു സന്തോഷമായിരിക്കുമല്ലോ, ഹാപ്പി ആയിരിക്കുമല്ലോ. വിശ്വാസം ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മനസ്സിലൊരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷം പറഞ്ഞേ. ഇന്ന് നമ്മുടെ ബർത്ത്ഡേ ആണ്. എല്ലാ വർഷത്തേലും ഒരു ഇതിപ്പോ തന്നെ ഒരു വെറൈറ്റി. ഇന്ന് നമ്മുടെ ഹാപ്പി ഡേയ്സിലേക്ക് വന്നത് ഒരു വെറൈറ്റിയാണ്. അപ്പൊ എന്താണ് ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു സന്തോഷം? പെട്ടെന്നുണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. ഇന്നിപ്പോ ഈ ഹാപ്പി ഡേയ്സിലേക്ക് എന്നെ വിളിച്ചു വരുത്തി പെട്ടെന്ന്, ഞാനും പ്രതീക്ഷിക്കാതാണല്ലോ. അത് പ്രതീക്ഷിക്കാതെ, അത് ഹാപ്പി അല്ലേ നമ്മൾ? അപ്പൊ അതൊരു സന്തോഷം നിമിഷം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിശ്വസ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതാണ് അതിൽ വളരെ സന്തോഷം. പിന്നെ മത്സ്യേട്ടാ, എന്തൊക്കെയാണ് ഹോബി? മത്സ്യേട്ടന്റെ ഹോബി എന്തൊക്കെയാണ്? ഹോബി, ഞാൻ റീൽസ് ചെയ്ത് FBയിലും യൂട്യൂബിലും ഇടാറുണ്ട്. അല്ലാതെ പാട്ട് പാടുക അങ്ങനെ പാട്ട് പാടാറുണ്ട്. എന്നാ 2 വരി പാട്ടങ്ങ് പാടിക്കോ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടി പോയി നീളെ താഴെ തളിരാർന്ന പൂവനങ്ങൾ. നന്നായിട്ട് പാടിയിട്ടുണ്ട്. 2 പേരും എങ്ങനെയാ ഒന്നിച്ചിരുന്നൊക്കെ പാടാറുണ്ടോ? ഞങ്ങൾ ഒന്നിച്ചിരുന്ന പാട്ട് പാടിയിട്ടുണ്ട്. ഞങ്ങൾ റീൽസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കോമഡി ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബിലുണ്ട്. ഭയങ്കര സെറ്റപ്പാണ്. ഞങ്ങള് പേരായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും നല്ല സപ്പോർട്ടാണ് വൈഫ്. അറേഞ്ച് മാരേജ് ആയിരുന്നോ? അതെ, അറേഞ്ച് മാരേജ്. ഉറപ്പിക്കാം. ഉറപ്പിക്കാന്നാണോ? അറേഞ്ച് മാരേജ് ആയിരുന്നു. ഞങ്ങൾ നേരത്തെ മുൻപരിചയമൊന്നും ഇല്ല. പെണ്ണ് കണ്ടു കഴിഞ്ഞുള്ള പരിചയം. കാണുന്നു, ഉറപ്പിക്കുന്നു, കല്യാണം കഴിയുന്നു. ഇന്നിപ്പോ ഞങ്ങളെ ഭാഗം കഴിഞ്ഞിട്ട് തന്നെ 27 വർഷം. 27 വർഷമാകുന്നു. 99 25 അല്ലേ? അപ്പൊ 26 വർഷം. നമ്മുടെ ലൈവായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കുക. 27 വർഷമായല്ലോ. ഇപ്പം മനുഷ്യട്ടൻ പാട്ട് പാടും, കോമഡി, ഇതിലൊക്കെ ഉണ്ട്. ആഗ്രഹിച്ച പോലെ നമ്മുടെ സങ്കല്പത്തിലെ ഒരു വൈഫിനെയാണോ നമുക്ക് കിട്ടിയത്? വീട്ടിൽ ചെല്ലേണ്ടത് ഓർത്തിട്ടാണോ? തിരിച്ച് വീട്ടിൽ ചെല്ലണമല്ലോ? അല്ലെങ്കിലും ആണെങ്കിലും എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു ഭാര്യയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ
ആഗ്രഹിക്കുന്ന പോലെ 2 മക്കളാണ് കിട്ടിയേക്കുന്നത്. ആ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പൂമുഖ വാതുക്കൽ സ്നേഹം പുലർത്തുന്ന അങ്ങനെ അങ്ങനെ പാട്ട് പോലെയാണോ? അത് തന്നെ ആണ്. അതെ അതെ. അതിന്റെ വീഡിയോപ്പിന്റെ ഒരു പാടിയുണ്ട്, അതല്ല പാട്ട് പോലെ തന്നെയാണ്. ശൂലമായി നിൽക്കുന്ന ദേവിയാണ് എന്റെ എല്ലാരും പറയുമ്പോഴത്തേക്കും എന്താ പറയുന്നതെന്നറിയോ? വേണ്ട, ഡൂപ്പ് പാടിയാൽ മതി. കാരണം ഒറിജിനൽ നമ്മൾ സ്ഥിരം കേൾക്കുന്നല്ലേ, ഡൂപ്പ് പാടി പാട്. കാരണം വെച്ചാൽ പാടി അവര് നമ്മുടെ പ്രേക്ഷകർ കാണണ്ടേ. ആ, പൂമുഖവാതിൽക്കൽ പുച്ഛിച്ചു നിൽക്കുന്ന പൂതനയാണെൻ്റെ ഭാര്യ, നല്ല മനസ്സിനെ നാണം കെടുത്തുന്ന താടകയാണെൻ്റെ ഭാര്യ. മതിയോ? വീട്ടിൽ പോണത് കൊണ്ട് ഇത്രയും നമ്മൾ ഓർപ്പിച്ച്, എന്നാലും മനസ്സിലെ കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാട്ട് ഞാൻ പെട്ടെന്ന് പാടാനുള്ള കാരണം കൊണ്ട് ഇത് ഞാൻ പിന്നെ പാടി ഞാൻ എൻ്റെ FB-യിൽ ഇട്ടിട്ടുണ്ട് നേരത്തെ. അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അപ്പൊ നല്ല കമന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? നല്ല അനുഭവമാണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അനുഭവം വീട്ടിൽ പോകുന്നുണ്ടോ, വീട്ടിൽ ചെല്ലാറുണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വീട്ടിൽ ചെല്ലണ്ടേ? ഇന്ന് പോകും. ഞാൻ പോണമല്ലോ, പോയിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പോയേ പറ്റുള്ളൂ. പിന്നെ വേറെ എന്താണ് നല്ല 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 വിശ്വസുകളൊക്കെ നമ്മൾ അറിയിച്ചല്ലോ. അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഹാപ്പി ഡേയ്സിലേക്ക് വിളിച്ചത് കൊണ്ടാണ് ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പം ഇനി ഏറ്റവും മനസ്സിൽ സന്തോഷകരമായി ആഘോഷിച്ച ഒരു ബർത്ത്ഡേ ഏതായിരുന്നു? കാരണം നമ്മുടെ ഓർക്കാപ്പുറത്ത് ഇന്നത്തേതല്ല, ഇതിന് മുമ്പേ ആഘോഷിച്ച ഒരു ദിവസം ഏതായിരുന്നു? കാരണം പിന്നെ വിവാഹം കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് വരുവാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഫസ്റ്റ് ഒരു വർഷത്തേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വൈഫ് ഓർത്ത് എന്നാ ചേട്ടാ എന്നും പറഞ്ഞ് ഓർത്തിരുന്നിട്ട് ഫസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു വൈഫുമായിട്ട് അങ്ങനെ ഒരു ഓർത്തിരിക്കുന്ന ഒരു ബർത്ത്ഡേ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ബർത്ത്ഡേ ദിവസം രാത്രിയില്ല, ഒരു 12 മണിയായെന്ന് തോന്നുന്നു, എൻ്റെ ചേട്ടൻ്റെ മക്കളും എല്ലാവരും കൂടെ പെട്ടെന്ന് കയറി വന്നു. അപ്പം ഞാൻ ഉറങ്ങുമായിരുന്നു. എന്നെ പെട്ടെന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് വിഷസ് ചെയ്തൊരു കേക്ക് മുറിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷം തന്നു. എല്ലാവരും ഉണ്ടായിരുന്നു, മക്കളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അത് അപ്രതീക്ഷിതമാണ്, ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അത് ഭയങ്കര സന്തോഷം തന്നിട്ടുണ്ട്. അതൊരു 4 വർഷം മുൻപാണ്. അപ്പം നമ്മുടെ ഹാപ്പി ഡേയ്സിൽ വിളിച്ച് നമ്മൾ ബർത്ത്ഡേ വിഷസ് ഒക്കെ അറിയിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ നല്ല ഒരു സന്തോഷം തരുന്ന ഒരു നിമിഷങ്ങളായിരുന്നു. ഇനിയും മുന്നോട്ടും ഇതുപോലെ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ വൈഫും കുട്ടികളും ഒക്കെ ആയിട്ട് ഇനിയും ബർത്ത്ഡേകളൊക്കെ ഒരുപാട് ആഘോഷിക്കാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മുടെ ഹാപ്പി ഡേയ്സിലേക്ക് വന്നതിന് ഒരുപാട് താങ്ക്സ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.